സിനിമ അവസരം നിഷേധിക്കത്തില്ല, സ്വാഭാവികമായിട്ട് തിരക്കഥയും സംവിധായകനും ഒരു നടിയെ ആവശ്യമുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് വിളിക്കുന്ന പറയുന്നത്. പിന്നെ നിങ്ങൾ കുറെ പറയുന്നു പരാതിപ്പെട്ടാൽ ഈ അഭിനയിക്കാനുള്ള ചാൻസ് പോകും എന്നൊക്കെ പറയും, അതിലെന്താ അർത്ഥമായിരിക്കുന്നത്? അല്ല, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാണ്. പാലേരി മാണിക്യം സമയത്ത് രഞ്ജിത്ത് ഏട്ടനാണ് എനിക്ക് ഈ സിനിമ ചീരു എന്ന കഥാപാത്രം ശ്വേത ചെയ്യണം എന്നുള്ള എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു രഞ്ജിത്ത് ഏട്ടൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ മൂപ്പരുടെ ഒരു സ്ട്രോങ് ആയൊരു കൺവിക്ഷനിലാണ് ഞാൻ ആ സിനിമ ചെയ്യുന്നത്. ദാറ്റ് ശ്വേത മേനനാണ് എൻ്റെ മനസ്സിലൊരു ചീരു. അങ്ങനെയാണ് ഞാൻ ആ സിനിമ ചെയ്യുന്നത്. അങ്ങനത്തെ ഡയറക്ടേഴ്സ് അങ്ങനെ പിന്നെ ഇപ്പോൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നിതിൻ രഞ്ജി പണിക്കർ ഒരു വെബ് സീരീസ് ചെയ്തപ്പോൾ ചേച്ചി ലൈല സുൽത്താന ചെയ്യണം. അത് എൻ്റെ മനസ്സിൽ ലൈല സുൽത്താന ചേച്ചി തന്നെയാണ്. അങ്ങനെയൊക്കെ പറയാനുള്ള കുറച്ച് ഡയറക്ടേഴ്സേ ഉള്ളൂ. അല്ല, ഞാൻ എൻ്റെ അഭിപ്രായം ആരുടെ മുള്ള വരാത്തത് അങ്ങനൊന്നുമില്ല. നിങ്ങൾ വെറുതെ വാക്കുകളൊന്നും ഇടരുത്. ഏത് പരാതി? ഇല്ല. പിന്നെ 8-9 സിനിമകളുടെ സൈനിങ് എമൗണ്ട് എടുത്ത് വെട്ടി വിഴുങ്ങി ഞാനിപ്പോൾ. ആരും തിരിച്ചു വന്നിട്ടുമില്ല, ഞാൻ അവരെ കണ്ടിട്ടുമില്ല. പവർ ഗ്രൂപ്പ് ഉണ്ടോയെന്ന് ഞാനിപ്പോൾ ഈ വാക്ക് ഇന്നാണ് കേട്ടുന്നത്. എനിക്കറിയില്ല പവർ ഗ്രൂപ്പാണ്. എന്നെ സംബന്ധിച്ച് എല്ലാവരും പവറിലാണ്. പക്ഷേ ഞാൻ ഒരാളുടെയും എൻ്റെ സിനിമയിൽ ചില സമയത്ത് ചില ഡയറക്ടർ പറയും മാം ഇത് ഈ റോളിന് ഈ ആൾ ഒക്കെയാണോ അല്ലാതെ ഈ പെണ്ണും ഒക്കെയാണോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും അതെനിക്കറിയില്ല, നിങ്ങൾ ഡയറക്ടറാണ് നിങ്ങൾ. ബിക്കോസ് ഞാൻ നോ പറയില്ല. ബിക്കോസ് ഞാനും ഒരു നടിയാണ്, ഞാനും ഒരു ആർട്ടിസ്റ്റാണ്. നമ്മൾ ഒരാളുടെയും നമുക്ക് തൊഴിൽ മാറ്റാനുള്ള അല്ലാതെ നിഷേധിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഞാൻ. അത് ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മളുടെ ഇൻഡസ്ട്രിയിലുണ്ട്. പറ്റില്ല, ഈ കുട്ടി വേണ്ട, വേറെ കുട്ടി, അതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. യാ